കല്യാണത്തിൻ്റെ അന്ന് മാത്രമേ ഒന്ന് ഇട്ടിട്ടുള്ളൂ. പിന്നീട് എടുത്ത് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വന്നൊരു കൊറിയറാണ് കേട്ടോ ഇത്. അങ്ങ് കണ്ണൂർന്നെങ്ങാണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ദാ ഈ പോർഷൻ മൊത്തം ഇങ്ങനെ പിഞ്ചിയ പോലെയാണ് ഇരിക്കുന്നത്, ആ മോളുടെ പോർഷന്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യുന്ന എന്തെങ്കിലും എനിക്ക് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. കാര്യം നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അറിയാം, നല്ല ഹെവി ആയിട്ടുള്ളൊരു ബ്ലൗസ്, അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്തായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്. ആ ഒരൊറ്റ ദിവസം മാത്രമേ അവരത് യൂസ് ചെയ്തിട്ടുള്ളൂ, പിന്നെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ലീവ് മൊത്തം ഹെവി വർക്ക് ഉണ്ട്. ആ ഹെവി വർക്ക് നമ്മുടെ ആംഹോളിൻ്റെ അവിടെ ഒരെണ്ണാണ് ആ ഒരു പോർഷൻ അങ്ങനെ ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് അവിടെ എന്തെങ്കിലും വെച്ച് കവർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ കവർ ചെയ്യുമ്പോൾ മോശമായി പോകരുതല്ലോ, നല്ല രീതിയിൽ കവർ ചെയ്യണ്ടേ. അപ്പോൾ അത് കവർ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പരിപാടി നോക്കണം. എന്താ അത്ര നല്ല രീതിക്ക് പിഞ്ചിരിപ്പോൾ നന്നായിട്ട് തിരിച്ചറിയാം, നന്നായിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ നമുക്ക് അയച്ചു തന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊന്ന് ഇറങ്ങാൻ ഞാൻ വിചാരിച്ചു. നമുക്ക് ഇതിന് പറ്റിയൊരു മെറ്റീരിയൽ വേണം, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു തുണി. അതിന് വേണ്ടിയിട്ടുള്ള തപ്പിത്തരകലിലാണ്. ആദ്യം ഒരു കടയിൽ കയറി, അവിടെ പ്രത്യേകിച്ചൊന്നും അങ്ങ് സെറ്റായില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി നിരാശയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത കടയിൽ കയറിയപ്പോൾ ദാണ്ടിരിക്കുന്ന സാധനം നമുക്ക് കറക്റ്റ് ഒരു കളറങ്ങ് കെട്ടി. അപ്പോൾ പിന്നെ ആ കളറും എടുത്തോണ്ട് വേറെ ഒന്നും നോക്കിയില്ല, അതും എടുത്തോണ്ട് ഇങ്ങനെ ഇറങ്ങി. പിന്നെ നമുക്കിവിടെ വന്നിട്ട് ഇതെല്ലാം അടിച്ചുപടിയാണ് പരിപാടിയുള്ളത്. ഫുൾ അഴിച്ച് കയ്യും കാലും ഉടലും ഒക്കെ മാറി ആക്കി ഇടണം. അപ്പോൾ നമ്മളിവിടെ എല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പരിപാടി ബാക്കിയുള്ളത്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. നമ്മുടെ ഫൈനൽ ഔട്ട്ഫിറ്റ് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് കാണാം കേട്ടോ. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.